നിരാഷ്ട്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന വിശേഷണമുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ യഥാർത്ഥ പിന്മുറക്കാരൻ എന്ന് ആര്യാടൻ മുഹമ്മദിനെ വിശേഷിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് മാധ്യമ സുഹൃത്തുക്കൾ അടക്കം കുറ്റപ്പെടുത്തിയിരുന്നു. വിമർശനങ്ങളോട് അസഹിഷ്ണുത ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ കാരണം വ്യക്തമാക്കാം. സ്വാതന്ത്ര്യസമരകാലത്ത് മുസ്ലിങ്ങൾക്കായി ഒരു രാജ്യമെന്ന വാദത്തെ ശക്തമായി എതിർത്തയാളായിരുന്നു മലബാർ സിംഹം എന്നും അപരനാമമുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ. മാപ്പിളസ്ഥാൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കേരളത്തിന്റെ വീരപുത്രൻ പാകിസ്ഥാൻ വാദത്തെ എതിർത്തത്. കോൺഗ്രസുമായുണ്ടായിരുന്ന വിയോജിപ്പുകളെല്ലാം മറന്ന് നിരാഷ്ട്രവാദത്തിനെതിരെ അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമര സംഘടനയ്ക്കൊപ്പം തന്റെ അവസാന കാലത്ത് വരെ അദ്ദേഹം നിന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിനെ വിഷം കൊടുത്തു കൊന്നതാണ് എന്ന വാദവും ശക്തമാണ്. അതിനെ ശരിവയ്ക്കുന്ന തെളിവുകൾ കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സിൽ ഉണ്ട് എന്നതാണ് വസ്തുത. തന്റെ അവസാന പ്രസംഗം പോലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ കാർന്നു തിന്നാൻ പോകുന്ന വർഗീയതയ്ക്ക് എതിരെയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം ചരിത്രത്തിലേക്ക് അധികം കാടുകയറുന്നില്ല. കേരളത്തിന്റെ മതേതര മനസ്സിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു തുടക്കത്തിൽ കോഴിക്കോടിനെ തലസ്ഥാനമാക്കിയുള്ള മലബാർ സംസ്ഥാന രൂപീകരണവാദം. അത് ഒടുവിൽ മലപ്പുറം ജില്ലാ രൂപീകരണം വരെ എത്തി. ഈ രണ്ട് വാദങ്ങളും എന്തിനു വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് മുളയിലെ നുള്ളാൻ ശ്രമിച്ച മലപ്പുറത്ത് മാത്രമല്ല, കേരളത്തിലെ തന്നെ ഒരേയൊരു നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ്. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായ സത്യാഗ്രഹം മുതൽ ലീഗുമായി നേരിട്ട് കൊമ്പുകോർത്ത ഒരേയൊരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള സാമുദായിക നേതൃത്വത്തെ ചോദ്യം ചെയ്തത് അക്കാലത്ത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പിൻഗാമിയായ ദേശീയവാദി മുസ്ലിം ആയി അദ്ദേഹത്തിന് സ്വയം പ്രഖ്യാപിക്കേണ്ടതായ അവസ്ഥ വരെ എത്തി കാര്യങ്ങൾ. ഇന്ന് KPCC ആസ്ഥാനത്ത് ചില്ലിട്ട് വച്ചിരിക്കുന്ന ഒരു നേതാക്കളും അന്ന് അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ തയ്യാറായില്ല. കാരണം അധികാരം നഷ്ടപ്പെടുമോ എന്ന ആവലാതി മാത്രമായിരുന്നു പിന്നിൽ. മലപ്പുറത്ത് നടന്ന ജില്ലാ രൂപീകരണ വിരുദ്ധ സത്യാഗ്രഹത്തിന്റെ മുൻനിരയിൽ ആര്യാടൻ ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ല വന്നാൽ അതൊരു കുട്ടി പാകിസ്ഥാനാകുമെന്നായിരുന്നു അദ്ദേഹം ഉയർത്തിയ നിലപാട്. ഇത് പിന്നീട് കോൺഗ്രസിന്, വിശേഷിച്ച് ഐ ഗ്രൂപ്പിന് അംഗീകരിക്കേണ്ടി വന്നു. ഇതിനുശേഷം പല ഘട്ടത്തിലും ലീഗിനും മലപ്പുറത്തെ UDF സംവിധാനത്തിനകത്ത് ആര്യാടൻ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ മലപ്പുറം നഗരസഭയെ കോർപ്പറേഷനാക്കാനുള്ള ലീഗിന്റെ മോഹം തകർത്തതും ആര്യാടനായിരുന്നുവെന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു. മലപ്പുറത്ത് മുസ്ലിം ലീഗ് കോട്ടയിൽ പരസ്യമായി ഇടഞ്ഞും വെല്ലുവിളിച്ചുമായിരുന്നു ആര്യാടൻ കോൺഗ്രസിനെ ജില്ലയിൽ പിന്നീട് അടയാളപ്പെടുത്തിയത്. മലബാറിലെ മതേതര കോൺഗ്രസുകാർക്ക് ഐക്യ കേരളത്തിന്റെ മുഹമ്മദ് അബ്ദുറഹ്മാൻ തന്നെയായിരുന്നു ആര്യാടൻ. സ്നേഹത്തോടെ മലബാർ സുൽത്താൻ എന്ന വിശേഷണം അവർ നൽകി. ആര്യാടൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മലപ്പുറത്ത് കോൺഗ്രസ് തന്നെ ഇല്ലാതാവുമായിരുന്നു. മലബാറിൽ ഒരു അബ്ദുറഹ്മാൻ ഇല്ലായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ മലബാറിൽ അത് സംഭവിക്കുമായിരുന്നു. കോൺഗ്രസിന്റെ മലബാറിലെ ഉറച്ച നട്ടലുള്ള അധികായനും കറകളഞ്ഞ മതേതരവാദിയുമായിരുന്നു ആര്യാടൻ മുഹമ്മദ്. മികച്ച ഭരണാധികാരി, രാഷ്ട്രീയ തന്ത്രജ്ഞൻ, ട്രേഡ് യൂണിയൻ നേതാവ് തുടങ്ങിയ നിലകളിലെല്ലാം പ്രതിഭ തെളിയിച്ച നേതാവാണ് അദ്ദേഹം. ശക്തമായ നിലപാടുകൾ കൊണ്ട് അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തി. 9ാം നിയമസഭയിൽ AK ആന്റണി മന്ത്രിസഭയിൽ തൊഴിൽ ടൂറിസം മന്ത്രിയായും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2004 UDF മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരിക്കെ മലയോരങ്ങളിലും ആദിവാസി കോളനികളുമൊക്കെ വൈദ്യുതി എത്തിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാന്റെ ജീവിതവുമായി താരതമ്യപ്പെടുത്താവുന്ന പ്രവർത്തനങ്ങൾ. ആര്യാടൻ മുഹമ്മദ് ഉറച്ച മതേതരവാദിയായിരുന്നുവെന്നും സഖ്യകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി കണക്കാക്കിയിരുന്നതായും മുൻ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാണി മുല്ലപ്പള്ളി എന്നതുകൂടി പരിശോധിക്കാം. 1980 ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് A ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മുല്ലപ്പള്ളിയെ പരാജയപ്പെടുത്തിയത് ആര്യാടനായിരുന്നു. തുടർന്ന് 1980 ആന്റണി, മാണി ഗ്രൂപ്പുകൾ പിന്തുണച്ചപ്പോൾ രൂപീകൃതമായ നായനാർ മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ആര്യാടൻ. പല സാഹചര്യത്തിലും ഇടതുപക്ഷവുമായി യോജിച്ചും വിയോജിച്ചും പ്രവർത്തിച്ച രാഷ്ട്രീയ പശ്ചാത്തലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു.